നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. കൈകാലുകളിലെ വേദനയും ന്യൂറോ പ്രശ്നങ്ങളും എന്ന വിഷയമാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. ഇതിനായി നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ, എന്താണ് ഈ കൈകാലുകളിലെ തരിപ്പും ന്യൂറോ പ്രശ്നങ്ങളും? കൈകാലുകളിലെ തരിപ്പ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. പ്രധാനമായിട്ടും ഞരമ്പിനുള്ള തകരാറാണ് ഈ കൈകാലുകളുടെ തരിപ്പിൻ്റെ കാരണം. അതായത് നമ്മുടെ തലച്ചോറിൽ നിന്നും സുഷുമ്നാ നാഡിയിൽ നിന്നും കൈകളിലേക്കും കാലുകളിലേക്കും ഉള്ള ഞരമ്പുകൾ, അതായത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും സ്പർശനം, വേദന എന്നിവ നമ്മുടെ തലച്ചോറിലേക്ക് എത്തിക്കുന്ന ഞരമ്പുകൾക്ക് തൊലിപ്പുറം മുതൽ തലച്ചോറിൻ്റെ ഏറ്റവും അറ്റത്തുള്ള അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ തലച്ചോറിലെ പെരേറ്റൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ്. ആ ഒരു ഭാഗം വരെ ഏത് ഭാഗത്തും ഞരമ്പുകൾക്ക് തകരാറുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തരിപ്പും പെരുപ്പും അനുഭവപ്പെടാം. ഇത് തരിപ്പായിട്ട് അനുഭവപ്പെടാം, പെരുപ്പായിരിക്കാം, ചിലർക്ക് പുകച്ചിലായിരിക്കാം, ചിലർക്ക് നീറ്റലായിരിക്കാം, ചിലർക്ക് മുള്ളു കുത്തുന്ന പോലെയായിരിക്കാം, ചിലർക്ക് വരിഞ്ഞു മുറുക്കുന്നത് പോലെ തോന്നാം, ചിലർക്ക് ജസ്റ്റ് ഒരു മണലിലോ അങ്ങനെ സാധാരണഗതിയിൽ വേദന തോന്നാത്ത ഒരു എന്തെങ്കിലും ഒന്ന് തട്ടുമ്പോൾ, ഒന്ന് മണലിൽ ഇറങ്ങുമ്പോൾ തന്നെ ചവിട്ടുമ്പോൾ തന്നെ പാദത്തിൽ മുള്ളു കൊള്ളുന്ന പോലെ തോന്നുന്നതായിരിക്കാം. ചിലപ്പം വളരെയധികം തണുക്കുന്ന പോലെ തോന്നാം, ചിലർക്ക് ഇക്കിളിപ്പെടുത്തുന്ന പോലെയായിരിക്കാം. ചില രോഗികൾക്ക് അത് മസിൽ കോച്ചി പിടിക്കുന്ന പോലെയോ മസിൽ തുടിക്കുന്ന പോലെയോ തോന്നാം. അതുപോലെ നമ്മുടെ കൈകാലുകളുടെ പൊസിഷൻ, അതായത് കൈ എവിടെ ഇരിക്കുന്നു അല്ലെങ്കിൽ കാലിലെ ജോയിൻറ്റുകൾ, അതിൻ്റെ വിരലുകളുടെ സ്ഥാനം, ഇതറിയാനുള്ള ഞരമ്പുകൾക്കാണ് തകരാറ് വരുന്നതെങ്കിൽ നടക്കുമ്പോഴുള്ള ബാലൻസിന് തകരാറുണ്ടാവാം. പ്രത്യേകിച്ചും വെളിച്ചം നല്ല രീതിയിലില്ലാത്ത സമയത്ത്, ഇരുട്ടത്തും അല്ലെങ്കിൽ കണ്ണടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ തലയിലൂടെ വെള്ളം വീഴുമ്പോൾ, കുളിക്കുമ്പോൾ തലയിലൂടെ വെള്ളം വീഴുമ്പോൾ പെട്ടെന്ന് ബാലൻസ് തെറ്റി വീഴാൻ പോകുന്ന പോലെ തോന്നാം. അതുപോലെ കാലിലെ ചെരുപ്പ് അറിയാതെ ഊരിപ്പോവുക, അങ്ങനെയുള്ള ലക്ഷണങ്ങളും ഈ ഞരമ്പുകൾക്ക് തകരാറ് വരുമ്പോൾ ഉണ്ടാകാം. ഇത് ഈ ഞരമ്പുകൾ കൈകാലുകളിലുള്ള ഞരമ്പുകൾ മാത്രമല്ല, സുഷുമ്നാ നാഡിയിലുള്ള ഞരമ്പുകളായിരിക്കാം. തലച്ചോറിൽ എത്തുന്നത് വരെ ഏതൊരു ഭാഗത്തും പലതരം രോഗങ്ങളുടെ ലക്ഷണമായിട്ട് തരിപ്പും പെരുപ്പും അനുഭവപ്പെടാം. ഇത് നമ്മുടെ തലയോട്ടിയിലെയും നട്ടെല്ലിലെയും സുഷിരങ്ങൾക്ക് പുറമെ, അതായത് കേന്ദ്ര നാഡീവ്യൂഹത്തിന് പുറമെ ആയിട്ടാണ് ഈ ഞരമ്പുകൾക്ക് തകരാറ് വരുമ്പോഴാണ് നമ്മളിതിന് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അത് തന്നെയും വേദനയും സ്പർശനവും അറിയിക്കുന്ന ഞരമ്പുകൾക്ക് തകരാറ് വരുമ്പോഴാണ് ഈ പെരുപ്പും തരിപ്പും എല്ലാം തോന്നുക. അതല്ല, മാംസപേശികളെ നിയന്ത്രിക്കുന്ന ഞരമ്പുകൾക്കാണ് തകരാറ് വരുന്നതെങ്കിൽ മാംസപേശികളുടെ ബലക്കുറവ്, അത് നടക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, കാലിൽ ചെരുപ്പിടാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, നടക്കുമ്പോൾ നമ്മൾ വിചാരിച്ചാലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിപ്പോകുന്നതായിരിക്കാം, നടക്കുമ്പോൾ മുട്ട് മടങ്ങിപ്പോകാം, പടി കയറാനും ഇറങ്ങാനുമുള്ള ബുദ്ധിമുട്ട്. കൈകളിലുള്ള മാംസപേശികൾക്കാണ് ബലക്കുറവെങ്കിൽ കയ്യിൽ സാധനങ്ങൾ എടുക്കാനും ബട്ടൺസ് ഇടാൻ അല്ലെങ്കിൽ കറിക്കരിയാൻ പേന പിടിക്കാൻ ഒക്കെയുള്ള ബുദ്ധിമുട്ടായിട്ടായിരിക്കാം മസിലുകളെ നിയന്ത്രിക്കുന്ന മോട്ടോർ നെർവ്സിന് തകരാറ് വരുമ്പോൾ തോന്നുന്ന ലക്ഷണങ്ങൾ. അതിനൊപ്പം ഈ മാംസപേശികൾ ശോഷിച്ചു പോകാം, മസിലുകളിൽ തുടിപ്പ് അനുഭവപ്പെടാം. അതുപോലെ തന്നെ മൂന്നാമത് നമുക്കൊരു ഓട്ടോണോമിക് നെർവ്സ് എന്ന് പറയും. നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ആന്തരികാവയവങ്ങളെ നിയന്ത്രിക്കുന്നതും വിയർപ്പ് ഗ്രന്ഥികളെ നിയന്ത്രിക്കുന്നതുമാണ് ഓട്ടോണോമിക് നെർവ്സ്. ഇവയ്ക്ക് തകരാറ് വരികയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിലെ ചില ഭാഗങ്ങൾ അമിതമായിട്ട് വിയർക്കുകയും ചില ഭാഗങ്ങൾ വിയർക്കാതിരിക്കാം. അതുപോലെ ഹൃദയത്തിന് താളമെടുപ്പിൽ വ്യത്യാസം ഉണ്ടാകാം. കുറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് വയറ് നിറഞ്ഞതുപോലെ തോന്നാം. കുറച്ചൊന്ന് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഉടൻ തന്നെ ബാത്റൂമിൽ പോകണം തോന്നാം. മൂത്രത്തിനും മലത്തിനും നിയന്ത്രണം കിട്ടാതെ വരിക, പൂർണ്ണമായിട്ടും സ്വന്തം നിയന്ത്രണ പ്രകാരം അല്ലാതെ മൂത്രം അങ്ങ് പോവുക, അല്ലെങ്കിൽ കെട്ടി നിൽക്കുക, അങ്ങനെയുള്ള ലക്ഷണങ്ങളും വരാം. പുരുഷന്മാരിലാണെങ്കിൽ ഉദാഹരണശേഷിക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ ഓട്ടോണോമിക് നെർവ്സിൻ്റെ രോഗം ബാധിക്കുമ്പോൾ ഉണ്ടാവാം. ഇരുന്നിട്ട് പെട്ടെന്ന് എണീക്കുമ്പോൾ ഉള്ള തലച്ചുറ്റ്, അതും പെട്ടെന്ന് തലച്ചോറിലോട്ട് ആവശ്യത്തിന് രക്തയോട്ടം കിട്ടാതെ വരിക, അതിന് നമ്മൾ പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ എന്ന് പറയും. അങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് എണീക്കുമ്പോൾ ഉള്ള തലച്ചുറ്റും തലയ്ക്ക് പെട്ടെന്നൊരു ഭാരം കുറയുന്നത് പോലെ തോന്നുന്നതും എല്ലാം ഈ പെരിഫറൽ ന്യൂറോപ്പതിയുടെ ഒരു ലക്ഷണമാണ്. ഒരു തരം ഞരമ്പുകൾ ബാധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രോഗലക്ഷണമായിട്ട് വരാം. തീർച്ചയായും ഡോക്ടർ. ഇപ്പോൾ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, ചെന്നിത്തലയിൽ നിന്നും പൊന്നമ്മയാണ്. പൊന്നമ്മ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ, ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. പൊന്നമ്മ, ടി വിയിൽ ശ്രദ്ധിക്കാതെ ഡോക്ടറോട് ചോദിക്കാം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഹലോ,
കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് ഇടതുവശത്ത് ഭയങ്കര ഈ പുറത്തൊക്കെ അങ്ങ് ഭയങ്കര ഏത് ഭാഗത്താണ്? എനിക്ക് ഇടതുവശത്ത് പുറത്ത് ഭയങ്കര ഇപ്പും വേദനയും, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് കാലിന്റെ നെരിയാണി വരെ അങ്ങ് ഭയങ്കര വേദനയാണ്. ഇടതുവശത്ത് നടുവിന്റെ ഇടതുഭാഗമാണോ ഉദ്ദേശിച്ചത്? ശരീരത്തിന്റെ ഏത് ഭാഗത്താണ്? കാലിന്റെ ഇടതുവശത്താണോ? ഇടുപ്പിന്റെ വേദനയാണ്. ഇടുപ്പിനടുത്താണെങ്കില് അതെ, ഇടതുഭാഗം, നടുവിന്റെ ഇടതുഭാഗമാണ്. നടുവിന്റെ ഇടതുഭാഗം. പിന്നെ പറഞ്ഞോളൂ. ഇടുപ്പിന്റെ ഇടതുവശം, മേടന്റെ ഇടതുവശത്തെന്ന് പറഞ്ഞാൽ ഇടതുകാല് മുതല് ഭയങ്കര വേദനയാണ്. മുകളിൽ നിന്നും താഴേക്ക് വരുന്ന, നടുവിൽ നിന്നും മുകളിൽ നിന്ന് താഴോട്ട് ഇടതുവശത്തൂടെ വേദന വരുന്നു, അതാണോ ഉദ്ദേശിച്ചത്? അതെ ഡോക്ടർ, പറഞ്ഞോളൂ. ഓക്കെ. നട്ടിൽ നിന്നും നടുവിൻ്റെ ഭാഗത്തു നിന്നും താഴോട്ട് കാലിലേക്ക് തരിപ്പോ വേദനയോ വരുന്നത് പലപ്പോഴും നമ്മുടെ നട്ടലിൽ നിന്നും കാലിലേക്ക് വരുന്ന ഞരമ്പുകൾക്ക് ഞെരുക്കം വരുമ്പോഴാണ് ഉണ്ടാവുക. അത് പ്രായം ചെല്ലുമ്പോൾ ഉള്ള സന്ധികളുടെ തേയ്മാനം കൊണ്ടും ഡിസ്ക് തള്ളിച്ച കൊണ്ടും ആയിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ ഇത്തരം വേദന കൂടുതൽ ഒരു കഴപ്പ് പോലെയോ ഒരു കറണ്ട് അടിക്കുന്നത് പോലെയുള്ള വേദനയായിരിക്കും. ഇരിക്കുകയോ നടക്കുകയോ എന്തെങ്കിലും ചലനം നട്ടലിനുണ്ടാവുമ്പോൾ ഈ വേദന കൂടുതലായിട്ട് അനുഭവപ്പെടാം. സാധാരണയായിട്ട് പ്രായം ചെല്ലുമ്പോഴുള്ള തേയ്മാനമാണ് കാരണം. പക്ഷേ മറ്റ് കാരണങ്ങൾ, ഇപ്പോൾ ഞരമ്പിനുണ്ടാകുന്ന എന്തെങ്കിലും തടുപ്പോ നീരോ ചിലതരം അണുബാധകൾ കൊണ്ടും എല്ലാം ഇത്തരം ഞരമ്പിൻ്റെ വേദനയുണ്ടാകും. ഈ ഒരു വശത്ത് നിന്ന് താഴോട്ട് കാലിന് താഴെ വരെ വരുന്ന വേദന കാലിലോട്ടുള്ള ഞരമ്പിൻ്റെ ഒരു ഞെരുക്കം അല്ലെങ്കിൽ ഒരു അസുഖമാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ അതൊരു പെരിഫറൽ ന്യൂറോപ്പതി ആയിട്ട് നമുക്ക് കണക്കാക്കാറില്ല. പക്ഷെ ഞരമ്പിന് കാലിലോട്ട് തകരാറുണ്ട്. അതെന്താണെന്നുള്ളത് കണ്ട് വേണ്ട പരിശോധന ചെയ്യണം. തീർച്ചയായും പ്രേക്ഷകർക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ ഈ കൈകാലുകളിലെ തരിപ്പിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഈ കൈകാൽ തരിപ്പ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഈ ഒരു കൈയിലും കാലുകളിലും തരിപ്പുണ്ടാകാം? അതുപോലെ തന്നെ എന്തെല്ലാം ന്യൂറോ പ്രശ്നങ്ങൾ ഇതിന് കാരണമാകുന്നുണ്ട്? നമ്മൾ പെരിഫറൽ ന്യൂറോപ്പതി, അതായത് നമ്മുടെ സുഷുമ്നാ നാഡിക്കും അല്ലെങ്കിൽ തലയോട്ടിയിലെ സുഷിരങ്ങൾക്ക് പുറമേയുള്ള ഞരമ്പിൻ്റെ തകരാറുകൾ ആണ് പരിഗണിക്കുന്നതെങ്കിൽ അത് 2-3 രീതികളിലുണ്ടാകാം. ഒന്ന്, ഏതെങ്കിലും ഒരു ഞരമ്പ് മാത്രമായിട്ട് വരിക, അതായത് കയ്യിലോ കാലിലോ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഞരമ്പ് മാത്രമായിട്ട് തകരാറുണ്ടാവുക. അത് പലപ്പോഴും ഞരമ്പിന് ഒരു ഞെരുക്കം ഉണ്ടാകുന്നുണ്ടാകാം. നമ്മൾ ഏറ്റവും സാധാരണയായിട്ടുള്ള കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയും. അതായത് കൈപ്പത്തിയിൽ ഈ 3 വിരലുകളിലായിട്ട് തരിപ്പും പെരുപ്പും അനുഭവപ്പെടുക. കൂടുതലും രാത്രി കാലങ്ങളിലായിരിക്കും തോന്നുക. കൈ ഒന്ന് കുടയുമ്പോൾ ആ പെരുപ്പ് കുറഞ്ഞതായിട്ട് തോന്നാം. അത് നമ്മുടെ കയ്യിലെ മീഡിയന എന്ന് പറയുന്ന ഞരമ്പ് കൈപ്പത്തിയിലേക്ക് വരുമ്പോൾ ഇവിടെ റിസ്റ്റിൽ വെച്ച് നമ്മുടെ മണിബന്ധത്തിൻ്റെ ഭാഗത്ത് വെച്ച് അതിന് ഞെരുക്കം ഉണ്ടാകുമ്പോഴാണ്. പലപ്പോഴും പ്രമേഹമുള്ളവർക്ക് അല്ലെങ്കിൽ തൈറോയിഡ് അസുഖമുള്ളവർക്ക് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചില വൈബ്രേറ്റ് ചെയ്യുന്ന ടൂൾസ് ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ മൗസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക്, കമ്പ്യൂട്ടർ മൗസ് ഉപയോഗിക്കുന്നവർക്കെല്ലാം ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടാകാം. അത് കൂടാതെ ചിലതരം വാതരോഗങ്ങളുള്ളവർക്ക് ഞരമ്പിലോട്ടുള്ള രക്തയോട്ടം കുറയാം. അതിൻ്റെ ഭാഗമായിട്ടും ഈ ലക്ഷണം കാണാം. അതല്ലാതെ സാധാരണയായിട്ടുള്ള പെരിഫറൽ ന്യൂറോപ്പതി 2 പാദങ്ങളിലെ 2 കാലുകളിലെയും വിരകളുടെ അറ്റത്ത് നിന്നും പെരുപ്പും തരിപ്പും ആരംഭിച്ച് അത് മുട്ടുവരെ എത്തുമ്പോൾ കൈകളുടെ തുമ്പിൽ പെരുപ്പ് തുടങ്ങുകയാണ് ചെയ്യുക. ഇത് കയ്യിൽ വരെയും എത്തിക്കഴിഞ്ഞ് പിന്നീട് നമ്മുടെ എൽബോ വരെ എത്തിയതിന് ശേഷം, ഈ കൈമുട്ട് വരെ എത്തിയതിന് ശേഷം പിന്നെ തൊടയുടെ മുകളിലോട്ടും വരാം. ചിലർക്ക് നമ്മുടെ ദേഹത്തോട്ട് തോന്നാം, മുഖത്തോട്ടും തരിപ്പും പെരുപ്പും തോന്നാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും സാധാരണയായിട്ടുള്ളൊരു കാരണം നമുക്ക് പറയാവുന്ന പ്രമേഹം തന്നെയാണ്. പ്രമേഹ രോഗികൾക്ക് ഒരു 5 വർഷം കഴിയുമ്പോൾ മിക്കവർക്കും 50% പേർക്കും പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാകാറുണ്ട്. അത് ഷുഗർ അത്രത്തോളം കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ ഞരമ്പിന് തകരാറ് വരാനുള്ള സാധ്യത അതിലുമേറെയാണ്. മറ്റ് സാധാരണയായിട്ടുള്ള കാരണങ്ങൾ, ഒന്ന് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ്, ചില വൈറ്റമിനുകളുടെ കുറവ്, പ്രത്യേകിച്ചും വൈറ്റമിൻ B1, B6, B12, ഫോളിക് ആസിഡ്, നിയാസിൻ, അങ്ങനെയുള്ള ചില വൈറ്റമിനുകളുടെ കുറവും ഞരമ്പുകൾക്ക് തകരാറ് വരുത്താം. മദ്യപാനം ഉള്ളപ്പോൾ മദ്യം തന്നെയും മദ്യപാനം കൊണ്ടുള്ള ചില വൈറ്റമിനുകളുടെ കുറവും ഞരമ്പിന് തകരാറുണ്ടാക്കാം. പുകവലിക്കുന്നവരിലും ഞരമ്പിന് തകരാറുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പുകവലിക്കുന്നവരിൽ പ്രത്യേകിച്ചും രക്തയോട്ടം കുറയുമ്പോൾ, കാലിലേക്ക് രക്തയോട്ടം കുറയുമ്പോൾ ഞരമ്പിലേക്കുള്ള ചെറിയ രക്തക്കൊഴലുകൾക്കും അടവ് സംഭവിച്ച് അത് തന്നെയും ഞരമ്പിന് തകരാറിന് കാരണമാകാം. ഇത്തരം കാരണങ്ങളല്ലാതെ ചിലതരം അണുബാധകൾ, മുമ്പ് നമ്മുടെ നാട്ടിൽ ഏറ്റവും വളരെ സാധാരണയായിട്ടുണ്ടായിരുന്ന കുഷ്ഠരോഗം ഇപ്പോൾ കുറവാണ്, ഇല്ലാതില്ല.
കുഷ്ഠരോഗം, HIV രോഗബാധ, മുമ്പ് ചിക്കൻ പോക്സ് വന്നിട്ടുള്ളവർക്ക് ഹെർപ്പിസ് സോസ്റ്റർ, അങ്ങനെയുള്ള ചില ഇൻഫെക്ഷൻസ്, നമ്മുടെ നാട്ടിൽ അത്ര സാധാരണമല്ലാത്ത എന്നാൽ അടുത്ത കാലത്ത് കണ്ടു തുടങ്ങിയിട്ടുള്ള ലൈംസ് ഡിസീസ് എന്ന് പറയുന്ന തരം ചില രോഗങ്ങൾ, ചില അണുബാധകളും ന്യൂറോപ്പതി ഉണ്ടാക്കാം. ഇതുകൂടാതെ ചില മരുന്നുകളുടെയും ഉപയോഗം, ചിലതരം ആൻറ്റിബയോട്ടിക്സ് ചിലപ്പോൾ ഒരു മാസത്തിലേറെ ഉപയോഗിക്കുമ്പോൾ ലിനസോൾ, മെട്രോനെഡസോൾ, അങ്ങനെ ചില മരുന്നുകളുടെ ദീർഘകാല ഉപയോഗവും ന്യൂറോപ്പതി ഉണ്ടാകാം. അതുപോലെ TB ഉപയോഗിക്കുന്ന മരുന്നുകൾ, HIV രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ചില മരുന്നുകളുടെയും സൈഡ് എഫക്റ്റായി ഇവിടെയെല്ലാം ഗുണമാണ് കൂടുതൽ, പക്ഷേ ദോഷവശങ്ങളായിട്ടും ചിലപ്പോൾ ഞരമ്പിന് തകരാറ് വരാം. അതുപോലെ ചില ക്യാൻസർ കീമോതെറാപ്പിക്ക് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, പാക്ലിറ്റാക്സിൽ, അങ്ങനെയുള്ള ചില മരുന്നുകളും ഇതുപോലെ ഞരമ്പിന് തകരാറുണ്ടാക്കാം. മറ്റ് ചിലതരം വാതരോഗങ്ങൾ, അതായത് പ്രധാനമായിട്ട് നമ്മുടെ SLE, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ആങ്കവാസ്കുലൈറ്റിസ്, അങ്ങനെ ചില അസുഖങ്ങൾ ഞരമ്പിലോട്ടുള്ള രക്തയോട്ടം കുറച്ച് ഞരമ്പിന് തകരാറുണ്ടാക്കാം. ഇതുമല്ലാതെ മറ്റ് പല കാരണങ്ങളും ഉണ്ട്. ക്യാൻസർ രോഗം അല്ലെങ്കിൽ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന റേഡിയേഷൻ, ഇതും ഞരമ്പിന് തകരാറുണ്ടാക്കാവുന്ന കാരണങ്ങളാണ്. പിന്നെ വളരെ മറ്റ് പല രീതിയിലും പാരമ്പര്യമായിട്ടും ചിലതരം അസുഖങ്ങളുണ്ട്. അത് ഹെറിഡിറ്ററി ആയിട്ട്, നമ്മുടെ നാട്ടിൽ അത്ര സാധാരണയായിട്ടല്ലെങ്കിലും ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് വരാവുന്ന ഞരമ്പിൻ്റെ തകരാറുകളും ഉണ്ട്. ഡോക്ടർ വ്യക്തമാണ്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടെ ചേരുന്നുണ്ട്, മലപ്പുറത്ത് നിന്നും ഷറഫുദ്ദീനാണ്. ഷറഫുദ്ദീൻ ഡോക്ടറോട് ചോദിക്കാം. സാറേ, ഞാൻ സലൂണിലാണ് വർക്ക് ചെയ്യുന്നത്. ഹലോ, പറഞ്ഞോളൂ ഷറഫുദ്ദീൻ, കേൾക്കാം. ഞാൻ മലപ്പുറത്താണ് വിളിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് സലൂണിലാണ്, ബാർബർ ഷോപ്പിലാണ്. അപ്പൊ ഞാൻ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ എന്റെ കാലിന്റെ ഈ പുറം ഭാഗം ഇങ്ങനെ ഒരു ചുട്ട് പൊള്ളുന്ന രീതിയിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ലസം ഒരു അവിടുന്ന് മാറി നിന്നാണ് ലസം വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കാൽമുക്ക് ലസം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടും. ഇങ്ങനെ ഈ പറയുന്ന ലക്ഷണം, അതായത് ചുട്ടു പൊള്ളുന്ന പോലെ തോന്നുന്നത് ഞരമ്പിൻ്റെ തകരാറിൻ്റെ ലക്ഷണം തന്നെയാണ്. ഈ ചുട്ടുപൊള്ളൽ, മുളകരച്ച് പുരട്ടിയതുപോലെ തോന്നുക, പുകച്ചിൽ, നീറ്റൽ, ഇവയെല്ലാം സാധാരണഗതിയിൽ ഞരമ്പിൻ്റെ തകരാറ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാം പുരട്ടുമ്പോൾ എല്ലാം, അപ്പോൾ ആ ഒരു തടവുന്ന ഫീലിംഗ് അറിയുമ്പോൾ ആ വേദന നമ്മളൊന്ന് കുറച്ചറിയും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നോക്കണം. പിന്നെ സലൂണിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും തല ഒരുപക്ഷേ തല കുനിച്ച് വയ്ക്കുമ്പോൾ അത് കഴുത്തിനുള്ള തേയ്മാനത്തിനും ഒരു കാരണമായേക്കാം. ഒരു പക്ഷേ അതുകൊണ്ടും ആയിരിക്കാം. അതേത് തന്നെയായാലും കാലിനിങ്ങനെ പൊള്ളൽ പോലെ തോന്നുന്നത് ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് വേണ്ട പരിശോധന ചെയ്യണം. ഡോക്ടർ പറഞ്ഞത് പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത് കൈകാലത്തരിപ്പ് പലപ്പോഴും സംഭവിക്കാറുണ്ട് എന്ന് തന്നെയാണ്. ഇതിൽ എപ്പോഴാണ് ഇത് ഡോക്ടറെ കാണേണ്ടതായുള്ള ഒരു സാഹചര്യമായി മാറുന്നത്? ഇത് എപ്പോഴാണ് ഗുരുതരമായി കാണേണ്ടത്? എന്തു തന്നെയായാലും ഈ തരിപ്പ്, പെരുപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറെ കണ്ട് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ എന്തായാലും തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ ചില ഘട്ടങ്ങളിൽ അത് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അത് നടക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഡയബറ്റിക് രോഗികൾക്ക് സാധാരണഗതിയിൽ വർഷങ്ങൾ കൊണ്ട് ക്രമേണയാണ് കാലുകളിൽ നിന്ന് തരിപ്പ് പതുക്കെ മുട്ടുവരെ എത്തുകയും പിന്നീട് കയ്യിലോട്ടെത്തുകയും ചെയ്യുക. പക്ഷേ ചില രോഗികൾക്ക് ഈ പെരുപ്പിനും തരിപ്പിനും ഉപരിയായിട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട്, പ്രത്യേകിച്ചും പടി കയറാനും ഇറങ്ങാനും ഇരുന്നിട്ട് എണീക്കാനും ഉള്ള ബുദ്ധിമുട്ട് കൂടുതലായി വരാം. അത് ഞരമ്പിൻ്റെ കോട്ടിംഗ് പോകുന്ന, ഞരമ്പിന് ചുറ്റും ഒരു ഇൻസുലേഷനുണ്ട്, ആ ഒരു കോട്ടിംഗ് പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതായിരിക്കാം. അത് പരിശോധന ചെയ്യേണ്ടതാണ്. അതുപോലെ നടക്കുമ്പോഴുള്ള ബാലൻസ് തെറ്റിപ്പോവുക, ചിലർക്ക് അത് പ്രത്യേകിച്ചും നടക്കുമ്പോഴുള്ള ബാലൻസ് വെളിച്ചം കുറവുള്ള സമയത്ത്, ഇരുട്ടത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് തലയിലൂടെ വെള്ളം ഒഴിച്ച് കുളിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ബാലൻസ് തെറ്റുകയാണെങ്കിൽ അതൊരു സാധാരണ തരം ന്യൂറോപ്പതി അല്ല എന്നുള്ള വേണം മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള രോഗികളും എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണണം. മൂന്നാമത്തേത്, ഈ ഞരമ്പിനുള്ള തകരാറിനൊപ്പം തന്നെ പനി, വിശപ്പില്ലായ്മ, വെയിറ്റ് കുറയുക, അങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ട്. അല്ലെങ്കിൽ ദേഹത്ത് എവിടെയെങ്കിലും മുഴകളുണ്ട്, തൊലിപ്പുറത്ത് പാടുകൾ, ചുമന്നതോ അല്ല നിറമില്ലാത്ത പാടുകളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിലും അത് മറ്റ് ശരീരത്തെ ബാധിക്കുന്ന മറ്റ് ചില രോഗലക്ഷണങ്ങളുടെ മറ്റൊരു ലക്ഷണം മാത്രമായിരിക്കാം ഈ ഞരമ്പിൻ്റെ തരിപ്പും പെരുപ്പും. അത്തരം രോഗികളും എത്രയും നേരത്തെ ഡോക്ടറെ കാണേണ്ടതുണ്ട്. അതുപോലെ ഇരുന്നിട്ട് എണീക്കുമ്പോൾ പെട്ടെന്ന് തല ചുറ്റുന്നതായിട്ട് തോന്നുക, പെട്ടെന്ന് വിശപ്പിൽ, പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ വയറ് നിറഞ്ഞതുപോലെ തോന്നുക, പെട്ടെന്ന് കാരണമില്ലാതെ പെട്ടെന്ന് നെഞ്ചിടിപ്പുണ്ടാകുക, അതെല്ലാം ഓട്ടോണോമിക് നെർവ്സ്, അതായത് നമ്മുടെ ആന്തരികാവയവങ്ങളെ നിയന്ത്രിക്കുന്ന ഞരമ്പുകളുടെ തകരാറായിരിക്കാം. ഇതിൻ്റെ കാരണവും എപ്പോഴും
പ്രമേഹം മാത്രമാകണം എന്നില്ല, അതിന് മറ്റ് കാരണങ്ങളുണ്ടായിരിക്കാം. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ന്യൂറോപ്പതി, അതായത് സാധാരണ വർഷങ്ങൾ കൊണ്ടല്ല ഉള്ളതല്ല, ദിവസങ്ങളല്ല അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ പെട്ടെന്ന് തന്നെ ഈ തരിപ്പും പെരുപ്പും കൂടുക അല്ലെങ്കിൽ നടക്കാനുള്ള ബുദ്ധിമുട്ട് വളരെ പെട്ടെന്ന് കൂടി വരികയാണെന്നുണ്ടെങ്കിലും കാരണം വ്യത്യസ്തമായിരിക്കാം. അതുപോലെ ഏതെങ്കിലും ഒരു വശത്ത്, ഏതെങ്കിലും ഒരു കയ്യിലോ ഒരു കാലിലോ മാത്രമായിട്ട് തുടങ്ങി പെട്ടെന്ന് തന്നെ അപ്പുറത്തെ വശത്തേക്കും തുടങ്ങുകയാണെങ്കിലും പലപ്പോഴും അത് ഞരമ്പിലോട്ടുള്ള രക്തയോട്ടം കുറവോ അല്ലെങ്കിൽ ചിലതരം വാതരോഗങ്ങളുടെയോ ലക്ഷണമായിട്ടുള്ള ഞരമ്പിൻ്റെ തകരാറാകാനാണ് സാധ്യത. ഇത്തരം രോഗികളും എത്രയും നേരത്തെ തന്നെ ഡോക്ടറെ കണ്ട് അതിന് മറ്റ് കാരണങ്ങളുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ വരുന്ന വർഷങ്ങൾ കൊണ്ട് പതിയെ പെരുപ്പ് കൂടി വരുന്നതിന് നമുക്ക് അതിൻ്റെ കാരണങ്ങൾ ചികിത്സിച്ചാൽ മതിയാവുമായിരിക്കാം, അല്ലെങ്കിൽ പെരുപ്പ് കുറയാനുള്ള മരുന്നുകൾ മതിയായിരിക്കാം. പക്ഷേ ഈ പെട്ടെന്ന് കൂടുന്നതും നടക്കാനുള്ള ബുദ്ധിമുട്ട് നേരത്തെ വരുന്നതും നടക്കുമ്പോൾ പെട്ടെന്ന് തലചുറ്റ് വരുന്നതും അത്തരം ഞരമ്പിൻ്റെ തകരാറുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് ദിവസങ്ങൾക്കുള്ളിൽ കൂടി വരുന്ന അത് ശ്വാസം എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടായേക്കാം, അല്ലെങ്കിൽ കിടക്കുമ്പോൾ ശ്വാസം മുട്ട് പോലെ തോന്നുക. അപ്പോൾ അത്തരം ലക്ഷണങ്ങളോടനുബന്ധിച്ചാണ് ഈ തരിപ്പും പെരുപ്പുമെങ്കിൽ എത്രയും നേരത്തെ ഡോക്ടറെ കാണേണ്ടതുണ്ട്. തീർച്ചയായും ഡോക്ടർ വ്യക്തമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? മരുന്നുകൊണ്ട് ഈ ഒരു അവസ്ഥ മാറ്റാനാകുമോ? നമുക്ക് ഒന്നാമത്തെ കാര്യം ഈ തരിപ്പും പെരുപ്പും ഇത്തരം ലക്ഷണങ്ങൾ എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. രോഗലക്ഷണം ചികിത്സിക്കുന്നത് രോഗിക്ക് താൽക്കാലികമായിട്ടുള്ള ആശ്വാസം നൽകും. അതിന് നമുക്ക് പലതരത്തിലുള്ള മരുന്നുകൾ ലഭ്യമാണ്. ഇപ്പോൾ ഗാബാപെൻറ്റിൻ, പ്രീഗബാലിൻ, അമിട്രിപ്റ്റിലിൻ, കാർബമസെപ്പിൻ, അല്ലെങ്കിൽ ചില മരുന്നുകൾ വിഷാദത്തിന് ഉപയോഗിക്കുന്നതാണ്, ചിലത് അപസ്മാരത്തിന് ഉപയോഗിക്കുന്നതാണ്. അതിനൊപ്പം തന്നെ ഈ തരിപ്പും പെരുപ്പും കുറയാനും ഉള്ളതാണ്. നമ്മൾ നെറ്റിലൊക്കെ തപ്പി നോക്കിയതിന് ശേഷം ഇത് തരിപ്പിന് ഉപയോഗിക്കുന്ന ഡോക്ടർ തന്നിരിക്കുന്നത് അപസ്മാരത്തിൻ്റെ മരുന്നാണ് അല്ലെങ്കിൽ വിഷാദത്തിൻ്റെ മരുന്നാണ് എന്ന് കരുതി കഴിക്കാതിരിക്കരുത്. ഇത് ഞരമ്പിലുള്ള കറണ്ട് താൽക്കാലികമായിട്ടൊന്ന് കുറച്ച് നമുക്ക് തരിപ്പും പെരുപ്പും കുറയാൻ സഹായിക്കുന്ന മരുന്നുകളാണ്. പക്ഷെ അതിനൊപ്പം എന്ത് കാരണം കൊണ്ടാണ് ഈ തരിപ്പും പെരുപ്പും ഉണ്ടാകുന്നത്? നമ്മുടെ കൈകാലുകളിലേക്കുള്ള ഞരമ്പുകളുടെ തകരാറാണോ, അതോ സുഷുമ്നാനാഡിയിലെ തകരാറാണോ, അതോ തലച്ചോറിലെ തകരാറാണോ, ഇത് എവിടെയാണ് തകരാറ് പറ്റിയതെന്ന് ആദ്യം അറിയണം. ഇപ്പോൾ കൈകാലുകളിലുള്ള ഞരമ്പുകളുടെ തകരാറാണെങ്കിൽ ഇപ്പോൾ പ്രമേഹം പോലുള്ളൊരു അസുഖമാണോ, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ അസുഖമാണോ, ചില മരുന്നുകൾ കൊണ്ടാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും വൈറ്റമിനുകളുടെ കുറവാണോ, അല്ലെങ്കിൽ ലിവറോ കിഡ്നിയോ ഒക്കെ ഒരുപാട് നാളായിട്ട് കേട് വന്നിരിക്കുന്നതിൻ്റെ ലക്ഷണമായിരിക്കാം. അപ്പോൾ ഇത്തരം കാരണങ്ങൾ എന്താണ് എന്നുള്ളത് ഒരു ഡോക്ടറെ കണ്ട് പരിശോധന ചെയ്ത് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ആ കാരണം കൂടെ ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. അഥവാ സുഷുമ്നാ നാഡിയിലാണെങ്കിൽ സുഷുമ്നാ നാഡിയിലുണ്ടാകുന്ന നീര് അല്ലെങ്കിൽ സുഷുമ്നാ നാഡിയിലെ ഒരു തരം ഞരമ്പിൻ്റെ കോട്ടിംഗ് നഷ്ടപ്പെടുന്ന മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ന്യൂറോമൈലൈറ്റിസ് ഒപ്റ്റിക്ക, അങ്ങനെയുള്ള ചിലതരം രോഗങ്ങളുണ്ട്. ഇത്തരം രോഗങ്ങളുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ കോപ്പറിൻ്റെ കുറവ്, വൈറ്റമിൻ B12 കുറവ്, ഇത്തരം അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഈ തരിപ്പും പെരുപ്പും നടക്കാനുള്ള ബാലൻസ് ബുദ്ധിമുട്ടും എല്ലാം തോന്നാം. അതും കണ്ടെത്തണം. അതിന് വേണ്ട പരിശോധനകൾ ചെയ്ത് അത് കണ്ടെത്തി ആ രോഗം ചികിത്സിക്കണം. ഇപ്പോൾ തലച്ചോറിനുള്ളിലാണെങ്കിൽ തലച്ചോറിലെ ഈ സ്പർശനത്തിൻ്റെയും വേദനയുടെയും ഞരമ്പുകൾ പോകുന്ന സ്ഥലത്ത് ഒരു സ്ട്രോക്ക് വന്നാൽ മതിയാവും. സ്ട്രോക്കോ അല്ലെങ്കിൽ നീരോ മുഴകളോ ഉണ്ടെങ്കിൽ സ്ട്രോക്ക് വന്ന രോഗിക്ക് ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങൾക്കോ ശേഷമായിരിക്കാം ഒരു വശത്തായിട്ട് പുകച്ചിലും നീറ്റലും അനുഭവപ്പെടുക. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. അതനുസരിച്ചുള്ള ചികിത്സ കൂടി വേണം. മൂന്നാമത്തത് അതിൻ്റെ കോംപ്ലിക്കേഷൻസ്. ഇപ്പോൾ തരിപ്പും പെരുപ്പും ഉള്ളതുപോലെ കുറേ നാൾ കഴിയുമ്പോൾ ഞരമ്പിന് നല്ല രീതിയിൽ കേട് വന്നു കഴിയുമ്പോൾ സ്പർശനം അറിയാതെ വരികയും തൊലി വരണ്ടതാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ചെറിയ മുറിവുകൾ പോലും അറിയാതെ വരും. കാൽപാദത്തിലോ അല്ലെങ്കിൽ നഖത്തിനിടയിലോ ഒക്കെ ചെറിയ മുറിവുകളുണ്ടാകും. ഈ മുറിവ് അറിയാതെ പോകുമ്പോൾ അത് ഇൻഫെക്ഷന് കാരണമാകാം. അതുപോലെ കാലിലെ കണങ്കാലിലെയും പാദത്തിലെയും ജോയിൻറ്റുകൾക്ക് തകരാറ് വന്ന് അവിടെ നീരും വേദന ഉണ്ടാവണമെന്നില്ല, നീരുണ്ടാവും, അതിൻ്റെ ഷേപ്പ് തന്നെ മാറാം. അപ്പോൾ ഇത്തരം പരിക്കുകൾ വന്നാൽ ആ വ്രണങ്ങൾ വീണ്ടും കാലിലോട്ട് അത് പടരാനും അത് വലിയൊരു അണുബാധയിലേക്ക് നയിക്കാനും കാരണമാകും. അപ്പോൾ അത്തരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പാദം എല്ലാ ദിവസവും പരിശോധന ചെയ്യണം. അത് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കണം. അത് ഉണങ്ങി എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് പരിശോധന ചെയ്യേണ്ടതുണ്ട്. മുറിവുകളുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകളാകട്ടെ, ചെരുപ്പ് ആവുന്നതും വീട്ടിൽ പോലും കാലിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം മർദ്ദം വരാത്ത രീതിയിലുള്ള, പാദത്തിന് മുറിവ് പറ്റാത്ത രീതിയിലുള്ള ചെരുപ്പ് ഉപയോഗിക്കണം. ഹാഫ് സോക്സും വേണമെങ്കിൽ ഉപയോഗിക്കാം. പുറത്തിറങ്ങുമ്പോഴും കാലിന് പരിക്ക് പറ്റാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്. അത്തരം കോംപ്ലിക്കേഷൻസ് കൂടെ ഞരമ്പിൻ്റെ തകരാറ് കൊണ്ട് വരാതെ ശ്രദ്ധിക്കണം. മറ്റൊന്ന് വീഴ്ചകളുടെ സാധ്യതയാണ്. ഒന്ന് മാംസപേശികളുടെ ബലക്കുറവ് കൊണ്ടും, രണ്ട് ബാലൻസിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടും രോഗി പെട്ടെന്ന് വീഴാം. പ്രത്യേകിച്ചും പ്രായമായവരിൽ വീഴ്ച അത് വളരെയധികം ജീവിതത്തിൻ്റെ ഒരു ക്വാളിറ്റിയെ വളരെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്.
അപ്പോൾ അതുകൊണ്ട് വീഴ്ചകൾ വരാതെ പരമാവധി സൂക്ഷിക്കണം. വീണ് പരിക്കേൽക്കാതെയും സൂക്ഷിക്കണം. വീട്ടിലെ മുറിയും അതനുസരിച്ച് മോഡിഫൈ ചെയ്യണം. മൂർച്ചയുള്ള രീതിയിലുള്ള നമ്മുടെ മേശയുടെ വശങ്ങൾക്ക് മൂർച്ച ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ കയറ്റുപായൽ ചവിട്ടിയിൽ തെന്നി വീഴാതെ നോക്കുക. മുറിയിൽ എപ്പോഴും ചെറിയൊരു ലൈറ്റ് ഇട്ടേക്കുക. കാരണം വെളിച്ചമില്ലാത്ത സമയത്ത് വീഴാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ടതുണ്ട് ഇത്തരം ന്യൂറോപ്പതിയോ ഞരമ്പിന് തകരാറോ ഉള്ള ഒരു രോഗിക്ക്. ശരി ഡോക്ടർ, വ്യക്തമാണ്. അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ പോലുള്ള മറ്റ് ചികിത്സാ രീതികളിലേക്ക് പോകേണ്ടി വരുന്നത് എപ്പോഴാണ്? എങ്ങനെ ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാം? ചിലതരം ഞരമ്പിൻ്റെ തകരാറുകൾ നമുക്ക് ഈ പെരുപ്പിനും ഉള്ള മരുന്നിനും അപ്പുറം ഇഞ്ചെക്ഷൻസ് വേണ്ടി വരാം. അത് പ്രധാനമായിട്ടും ഒന്ന് വാസ്കുലിറ്റിക് ന്യൂറോപ്പതി, അതായത് ചിലതരം വാതരോഗങ്ങൾ അല്ലെങ്കിൽ ഞരമ്പിലേക്കുള്ള ചെറിയ രക്തക്കൊഴലുകൾ അടയുമ്പോൾ ഉണ്ടാവുന്ന തരം വാതരോഗങ്ങളുണ്ട്. ഇത്തരം രോഗങ്ങൾക്കും നമ്മൾക്ക് ഇഞ്ചെക്ഷൻസ് ആവശ്യമാണ്. അതായത് മീഥൈൽ പ്രെഡ്നിസോൺ, അതായത് സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചെക്ഷൻ, ഇമ്യൂണോഗ്ലോബുലിൻ ഇഞ്ചെക്ഷൻസ് അല്ലെങ്കിൽ റിറ്റുക്സിമാബ് എന്ന് പറയുന്നത്, ഇതെല്ലാം നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ ഒരല്പം ഒന്ന് കുറച്ച് ഞരമ്പിന് തകരാറ് വരാതെ നോക്കാനുള്ള മരുന്നുകൾ ആവശ്യമായിട്ട് വരാം. അതുപോലെ CIDP എന്ന് പറയുന്ന അസുഖം, അതായത് ഒരു 3 മാസം അതിലേറെ സമയം കൊണ്ട് പതുക്കെ നടക്കാനുള്ള ബുദ്ധിമുട്ട് വരിക. ഇരുന്നിട്ട് എണീക്കാനും പടി കയറാനും ഇറങ്ങാനും കൈ ഉയർത്തി സാധനങ്ങൾ എടുക്കാനുമായിരിക്കും ബുദ്ധിമുട്ട്. പലപ്പോഴും ഡയബറ്റിക് രോഗികളിൽ അത് കാണാം. മറ്റ് കാരണങ്ങൾ കൊണ്ടും ഈ CIDP ഉണ്ടാവാം. ഇത്തരം രോഗികൾക്കും നമ്മൾക്ക് മീഥൈൽ പ്രെഡ്നിസോളോൺ ഇഞ്ചെക്ഷൻ അല്ലെങ്കിൽ ഇമ്യൂണോഗ്ലോബുലിൻ ഇഞ്ചെക്ഷൻ, റിറ്റുക്സിമാബ് ഇഞ്ചെക്ഷൻ എന്നിവ വേണ്ടി വരാം. അതാദ്യം രോഗം കണ്ടുപിടിക്കുമ്പോൾ മാത്രമല്ല, അത് പിന്നീട് വീണ്ടും കൂടാതിരിക്കാൻ എല്ലാ മാസവും അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കൽ എന്നുള്ള അളവിൽ ഇത്തരം ഇഞ്ചെക്ഷൻസ് എടുക്കുകയോ പ്ലാസ്മ മാറ്റി വയ്ക്കുന്ന പ്ലാസ്മ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയോ വേണ്ടി വരാം. ചില രോഗികൾ ദിവസങ്ങൾ കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും വെള്ളം ഇറക്കാനുള്ള ബുദ്ധിമുട്ടുമായിട്ട് വരാം. അതായത് ഗിലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്നത്. വളരെയധികം നന്ദി. കൈകാൽ തരിപ്പും ന്യൂറോ പ്രശ്നങ്ങളും എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ എന്ന് ചർച്ച ചെയ്ത്. കൈകാൽ തരിപ്പിന്റെ കാരണങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും ഇന്ന് നമ്മളോട് സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശാണ്. ഡോക്ടർ, ഇന്നത്തെ ഹലോ ഡോക്ടറുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി. താങ്ക് യു. നമസ്കാരം.